കെ പ്രേമേന്ദ്രൻ എംപിയിലേക്ക് പോകാം. 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ടെന്നാ പറയുന്ന എംപി, എന്താണ് പൊതു വിലയിരുത്തൽ? 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത് തീർച്ചയായും ആശ്വാസകരമാണ്. സാലറീഡ് ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വളരെ വളരെ ആശ്വാസകരമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആനുകൂല്യമാണ് സത്യത്തിൽ വിട്ട്. കാരണം 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് ശ്രമിക്കുന്നതും BJP ശ്രമിക്കുന്നതും ഈ 12 ലക്ഷം രൂപയുടെ ടാക്സ് എക്സംഷൻ മധ്യവർഗ വിഭാഗത്തിന് കൊടുത്ത വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ബഡ്ജറ്റ് പൂർണ്ണമായും ജനപ്രിയ ബഡ്ജറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. എത്ര പേരാണ് ഈ പറയുന്ന സാലറീഡ് ക്ലാസ്സിൽ ഈ ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ളവർ? തുലോം തുച്ഛമാണ് ഇന്ത്യൻ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ. അതേസമയം ദശലക്ഷക്കണക്കിന് കൃഷിക്കാർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പരിപോഷണത്തിന് MSPയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ, സബ്സിഡിയുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടാകുന്നില്ല. അതുപോലെ വ്യാവസായിക മേഖലയുടെ പുനരുദ്ധാരണത്തിനും വളർച്ചയ്ക്കും പര്യാപ്തമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, പുതിയ പദ്ധതികൾ ബഡ്ജറ്റിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഒരു വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ജനപ്രിയ ബഡ്ജറ്റാണ് എന്ന് വരുത്തി തീർക്കാനും, അതുപോലെ തന്നെ ബീഹാർ സംസ്ഥാനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ബഡ്ജറ്റിന്റെ തന്നെ പവിത്രതയെ തകർക്കുന്നതാണ്, വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്നതാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. കേരളത്തിനും കാര്യമായിട്ടൊന്നുമില്ല. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം അവതരിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ വയനാട് ദുരന്തബാധിത മേഖലയിൽ സന്ദർശിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം നേരിൽ കണ്ടതാണ്. അതിനുശേഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്ന നിലയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ സംബന്ധിച്ചും ഡിസാസ്റ്റർ ഉണ്ടായ സംസ്ഥാനങ്ങളിൽ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചും തുക പ്രഖ്യാപിക്കേണ്ട കേവലമായ ഒരു പരാമർശം പോലും ഇല്ല എന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ളതാണ്. അതുപോലെ സംരംഭങ്ങളും സ്ഥാപനങ്ങളും പദ്ധതികളും ഒക്കെ ആരംഭിക്കുന്ന സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഒക്കെ BJPയുടെ രാഷ്ട്രീയ താല്പര്യമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പരിമിതപ്പെടുകയും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു എന്നുള്ളതും ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനം എന്ന നിലയിൽ ഇന്ത്യക്ക് അനുഗുണമല്ല എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാം. ഓക്കെ.